പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സൊസൈറ്റികൾ രൂപീകരിച്ച് വ്യാപക കയ്യേറ്റം നടക്കുന്നതായി DCC ജനറൽ സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മെഡിക്കൽ കോളേജിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന CPM നിയന്ത്രണത്തിലുള്ള ഒരു സംഘടനയാണ്. അവര് മെഡിസിൻ OPയുടെ മുമ്പിലാണ് രോഗികൾക്ക് ഇരിക്കേണ്ടത്. പ്രയാസപ്പെട്ട് രോഗികൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത വിശാലമായ സ്ഥലത്താണ് അവർ ഓഫീസ് ഉപയോഗിക്കുന്നത്. അതുപോലെ പീഡിയാട്രിക് OPയുടെ മുമ്പിലാണ് സോപ്പ്, ചീപ്പ്, കണ്ണാടി, ഫോട്ടോസ്റ്റാറ്റ് മുതൽ സകല വിൽപ്പനയിലെ സ്റ്റേഷനറി കട പീഡിയാട്രിക് OP പാംപോസിന്റെ പേര് നടത്തുന്നത്. അവിടെ ചെറിയ കുട്ടികൾ പീഡിയാട്രിക് OPക്കകത്ത് ചികിത്സയ്ക്ക് വരുന്ന കുട്ടികളായാലും രോഗികൾക്കായാലും ബൈസ്റ്റാൻഡേഴ്സാണ് ഇരിക്കാൻ പോലും സൗകര്യമില്ല, ബുദ്ധിമുട്ടും. അവിടെയും ഇതൊക്കെയാണ് ഈ നിയന്ത്രണത്തിനായി ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണമെന്നും ഇത്തരം ആൾക്കാരെയൊക്കെ പുറത്തെന്തെങ്കിലും സംവിധാനമാക്കി കൊടുക്കണമെന്ന് HDSC കമ്മിറ്റി നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ രാഷ്ട്രീയ സ്വാധീനവും ഭരണ സ്വാധീനവും ഉപയോഗിച്ചും ഇതിനെല്ലാം വിലക്കേർപ്പെടുകയും അല്ലെങ്കിൽ തടയപ്പെടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അടിയന്തരമായി മറ്റൊരു കാര്യം നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ ബിൽഡിങ്ങിന്റെ പ്രവർത്തനം അത് തടയണമെന്നും അതോടൊപ്പം തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ വാങ്ങിക്കുന്ന മിഷണറികളുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഇവിടെ നടക്കുന്ന ഇടപാടുകളെ കുറിച്ചൊക്കെ ഒരു വിജിലൻസ് അന്വേഷണം അനിവാര്യമാണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വിജിലൻസ് അന്വേഷണം അനിവാര്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. +2 കഴിഞ്ഞു, ഇനി എന്ത്? മാസം 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ? അതും ജർമ്മനിയിൽ. +2 ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം, പറക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം. ഫോൺ 7356 958 784 9400 100 499.